Hi everyone, എല്ലാവർക്കും iPlus Training Solutionsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റ്ലോ ജൂൺ 2025 എക്സാമിൻ്റെ കണ്ടിന്യൂഷൻ ആണിത്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ 22 വെച്ചിട്ടാണ്. Arrange the following order in which they appears in the Indian Contract Act. ഒന്ന് നോക്കൂ, ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചിരിക്കേണ്ട സെക്ഷൻ ആണ്. സോ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. സോ ദ ആൻസർ ഇസ് DCBA. DCBA. ഓക്കെ, അതായിരുന്നു. അപ്പം സെക്ഷൻസ് എല്ലാം ഒന്ന് നോക്കാം. അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് ഡി സെക്ഷൻ 26 ആണ്. അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് വരുന്നത് 27 ആണ്. ലീഗൽ പ്രൊസീഡിങ്സ് വരുന്നത് സെക്ഷൻ 28 ആണ്. വേ ഓഫ് വേജർ വരുന്നത് സെക്ഷൻ 30 ആണ്. നെറ്റ് UGCക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഈ സെക്ഷൻ 26 to 30 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. പലതവണ പലതിൽ ചോദിക്കുന്നുണ്ട്. ഒരു തവണ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് മാത്രം ഏത് സെക്ഷനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനും ഇതിൻ്റെ ഓർഡറും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the guiding principle of inheritance under മിതാക്ഷര? മിതാക്ഷരയുടെ അണ്ടറിൽ ഉള്ള ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത്. ഓക്കെ, മിതാക്ഷര ദയാഭാഗ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഓർക്കുക. നൗ ആൻസർ നോക്കാം. ഡോക്ട്രിൻ ഓഫ് സപിൻഡ റിലേഷൻഷിപ്പ് ആണ് മിതാക്ഷരയുടെ ഗൈഡിങ് പ്രിൻസിപ്പിളായിട്ട് ആക്ട് ചെയ്യുന്നത്. മിതാക്ഷരയുടെ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഡോക്ട്രിൻ ഓഫ് സപിൻഡ റിലേഷൻഷിപ്പ് ആണ്. നോക്കൂ, ഡോക്ട്രിൻ ഓഫ് സപിൻഡ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സപിൻഡ റിലേഷൻഷിപ്പ് എന്താണ്? ആ ഒരു ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ അവരുമായിട്ട് കല്യാണം പാടില്ല. ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഡിഗ്രി, മദർ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ടൈസ് ആൻഡ് ലീനേജ് നോക്കുക. ഇറ്റ് പ്രയോറിറ്റൈസ് ഇൻഹെറിറ്റൻസ് ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് ഓഫ് ബ്ലഡ് റിലേഷൻഷിപ്പ് ആൻഡ് ദ കണ്ടിന്യൂറ്റി ഓഫ് ഫാമിലി ലൈൻ. അതാണ് മിതാക്ഷരയുടെ ബേസിസ് എന്ന് പറയുന്നത്. ഫാമിലി കണ്ടിന്യൂറ്റി. ദ പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് ദാറ്റ് ancestral property remains within the closest blood relatives, reinforcing the concept of doctrine of joint Hindu family. അതുപോലെ തന്നെ it is the basis of co-partnership. This doctrine is intrinsically related to the concept of co-partnership. Under Mitakshara law, male members of joint Hindu family acquire an interest in ancestral property by birth directly due to their sapinda connection to the male ancestor. അപ്പം ബേസിക് ആയിട്ട് പറയാനായിട്ടുള്ളത് ഈ ഒരു പോയിന്റാണ്. അതായത് മിതാക്ഷരയിൽ എന്താണ്, ദയാഭാഗയിൽ നമുക്കൊരു പ്രോപ്പർട്ടി സക്സഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫാദർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് ആ പ്രോപ്പർട്ടിയിലുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. മിതാക്ഷരയിൽ അങ്ങനെയല്ല. വെൻ വി ആർ ഇൻ ദാറ്റ് ഫാമിലി, വെൻ വി ആർ ബോൺ ഇൻ ദാറ്റ് ഫാമിലി ഇറ്റ്സെൽഫ്, നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ്. അച്ഛനുള്ളപ്പോൾ തന്നെ നമുക്ക് ആ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശവും കിട്ടുകയാണ്. സോ വി ആർ ഗെറ്റിംഗ് ദ ഓണർഷിപ്പ് ടൈറ്റിൽ ബൈ ബർത്ത്. ദയാഭാഗ്യയുടെ പോലെ ഒരാൾ മരിച്ചതിന് ശേഷമല്ല ഇൻട്രസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഡോക്ട്രിൻ ഓഫ് സപിൻഡ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ സപിൻഡ റിലേഷൻഷിപ്പ് നമ്മളിപ്പോഴും മാരേജുമായിട്ടാണ് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത് അല്ലേ. മാരേജിൽ ഇത്ര ഡിഗ്രിയുള്ള ഫാദർ 5 ഡിഗ്രി അതുപോലെ 3 ഡിഗ്രി, അത്രയും ഡിഗ്രിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവരുത്. ദാറ്റ് വിൽ ബി എന്താ പറയുക, ദാറ്റ് വിൽ നോട്ട് ബിക്കം എ വാലിഡ് ഹിന്ദു മാരേജ് എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് സപിൻഡ റിലേഷൻഷിപ്പിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സപിൻഡ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് റിലേഷൻ, അല്ലെങ്കിൽ ഒരേ പിണ്ടത്തിൽ നിന്ന് തന്നെ ഒരേ എന്താ പറയുക ഒരു പിണ്ടമെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു മാംസം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ബ്ലഡ് ടൈസ് എന്നുള്ളതാണ്. ഒരേ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് സപിൻഡ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു ഡോക്ട്രിൻ ഓഫ് ദിസ് ബ്ലഡ് റിലേഷൻ, ആ ഒരു ബ്ലഡ് റിലേഷനാണ് എന്തിനെ ബാധിക്കുന്നത്? മിതാക്ഷര കോപ്പാസ്നറിയെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ മിതാക്ഷര റൂളിനെ, ഇൻഹെറിറ്റൻസിനെ ബാധിക്കുന്നത്. ഓക്കെ, സോ ഓർത്തിരിക്കുക, ഡോക്ട്രിൻ ഓഫ് സബിൻഡർ റിലേഷൻഷിപ്പ് ഇസ് എ ഫൗണ്ടേഷണൽ റൂൾ ഫോർ ഇൻഹെറിറ്റൻസ് അണ്ടർ മിതാക്ഷര ലോ. So, which schedule of Indian Constitution, അടുത്ത question ആണ്, which schedule of Indian Constitution contains special provisions for the administration and control of scheduled areas in several states? ആൻസർ നോക്കാം. 5th ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഇൻ സെവറൽ സ്റ്റേറ്റിലെ അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 244 അണ്ടറിലാണ് 5th ഷെഡ്യൂള് മെൻഷൻ ചെയ്തിട്ടുള്ളത്. So 244 of 1 of Indian Constitution defines scheduled areas as the areas defined by President of India and are mentioned in the 5th schedule. But scheduled areas എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which are the areas as the President may order declare to be scheduled areas after consultation with the governor of that state. And the provisions regarding the administration and control of scheduled areas, scheduled and tribal areas of any state. അപ്പോൾ ഇവിടെ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം 4 states are mentioned under this schedule. ഓക്കെ, അപ്പോൾ 5th ഷെഡ്യൂളാണ്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ 6th ഷെഡ്യൂളിനകത്ത് 244 ക്ലോസ് 2 ട്രൈബൽ ഏരിയാസിനെ പറ്റി പറയുന്നുണ്ട്. അവിടെയാണ് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാമിനെ പറ്റി പറയുന്നത്. 3rd ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഓത്ത് ആൻഡ് അഫർമേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. 9th ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ വാലിഡേഷൻ ഓഫ് സർട്ടൻ ആക്ട് ആൻഡ് റെഗുലേഷനെ പറ്റിയാണ് പറയുന്നത്. 7th ഷെഡ്യൂളാണ് ലിസ്റ്റുകളെ പറ്റി, 3 തരം ലിസ്റ്റുകളെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി which of the following is not true in the context of powers of president in Indian Constitution? Question number 25. ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഓക്കെ, ആൻസർ നോക്കാം. ഡി ഓൺലി, ഡി മാത്രമാണ് ഇവിടെ ട്രൂ അല്ലാതെ. ഡി എന്താണ്? പ്രസിഡന്റ് ഈസ് എംപവേർഡ് ടു പ്രൊമൾഗേറ്റ് ഓർഡിനൻസ് ഡ്യൂറിംഗ് ദ റെസസ് ഓഫ് പാർലമെന്റ് അണ്ടർ 213 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് മാത്രമാണ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എ സുപ്രീം കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആണ്. സോ ഇറ്റ് ഇസ് ട്രൂ. പവർ എൻഷുർഡ് അണ്ടർ സെക്ഷൻ 53 ക്ലോസ് 2 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് ട്രീറ്റീസ് ആൻഡ് ഇന്റർനാഷണൽ അഗ്രിമെന്റിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതും ട്രൂ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് നെഗോഷിയേറ്റഡ് ആൻഡ് കൺക്ലൂഡഡ് ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ് ആൻഡ് ദിസ് റിഫ്ലെക്ട്സ് ദി എക്സിക്യൂട്ടീവ്സ് അതോറിറ്റി ഇൻ ഫോറിൻ അഫയേഴ്സ്. ഓക്കെ, ചില കാര്യങ്ങൾക്ക് പാർലമെന്റിന്റെ റാറ്റിഫിക്കേഷൻ വേണം, പക്ഷെ ഫോർമൽ കൺക്ലൂഷൻ ഇസ് ഡൺ ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബിയും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് സി നോക്കുവാണെങ്കിൽ പവർ റിഗാർഡിംഗ് പാർലമെന്റ് ആണ്. ആർട്ടിക്കിൾ 85 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലിസിറ്റ്ലി ഗ്രാൻസ് ദിസ് എന്താണ് പവേഴ്സ് ടു ദ പ്രസിഡന്റ്. അപ്പോൾ പാർലമെന്റ് സമൺ ചെയ്യുന്നത്, പ്രൊറോഗ് ചെയ്യുന്നത്, ഡിസോൾവ് ചെയ്യുന്നത് ഒക്കെ ആരാണ്? പ്രസിഡന്റ് ആണ്. എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ട് കേട്ടോ. ദെൻ ഓർഡിനൻസ് പവർ മിസ് അട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഡി, അതായത് പ്രസിഡന്റ് ഈസ് എംപവേർഡ് ടു പ്രൊമൾഗേറ്റ് ഓർഡിനൻസ് വെൻ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ആർ നോട്ട് ഇൻ സെഷൻ, provided that circumstances exist which make it necessary to take an immediate action. So this power is detailed under section 123 of Indian Constitution and the statement incorrectly attributes this power to 213. കണ്ടോ, ഇവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചത് കണ്ടോ. ശരിക്കും ആ ഒരു ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് എന്താ പറയുക പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ ആർട്ടിക്കിൾ 123 പക്ഷെ അവിടെ തെറ്റായി കൊടുത്തിട്ടുള്ളത് ആർട്ടിക്കിൾ 213 എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് 213 ആരുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്? ഇറ്റ് ഈസ് ദ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ആ ആൻസർ കറക്റ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് ഐഡന്റിഫൈസ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ആസ് എ മൂവബിൾ പ്രോപ്പർട്ടി? Question number 26.
ആൻസർ നോക്കാം. സെക്ഷൻ 44-ലാണ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, specifically addresses the nature of shares and debentures. It states that shares and debentures of a property are treated as movable property. They are transferable in the manner provided by the company's articles. This means that shares and debentures can be bought, sold or transferred from one person to another, similar to other personal movable assets, subject to the regulations specified in the company's articles of association and the act itself. Okay, that's section 44-ൽ പറയുന്നത്. 45 നോക്കുകയാണെങ്കിൽ amount unpaid on shares when transferred-നെ പറ്റിയാണ് പറയുന്നത്. 46 നോക്കുകയാണെങ്കിൽ ഇഷ്യൂവൻസ് ആൻഡ് ഇഫക്റ്റ് ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് സെർവിങ് ആസ് എവിഡൻസ് ഓഫ് ടൈറ്റിൽ ആണ് പറയുന്നത്. 47 നോക്കുകയാണെങ്കിൽ റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് റിഗാർഡിംഗ് വോട്ടിങ്ങിനെ പറ്റിയിട്ടാണ് 47 പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 27. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലാൻഡ്മാർക്ക് കേസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് നാഷണാലിറ്റി? എല്ലാ കേസും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. പ്രത്യേകിച്ച് SS ലോട്ടസ് കേസ്, നോട്ടബോം കേസ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ ഏതാണെന്ന് നോക്കൂ. നോട്ടബോം ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് ആയിരുന്നു അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം നാഷണാലിറ്റിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കേസാണ് ഈ നോട്ടബോംസ് കേസ് എന്ന് പറയുന്നത്. നോക്കൂ, നോർത്ത് സീ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത് മാരിടൈം ബൗണ്ടറീസിനെ പറ്റിയിട്ടുള്ള ഒരു കേസാണ്. സ്പെസിഫിക്കലി ദ കോണ്ടിനെന്റൽ ഷെൽഫ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്. While issues of state rights were involved, they didn't focus on the importance of individuals' nationality. But it is basically based on the maritime boundaries. Asylum case ആണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക് അസൈലത്തിനെ പറ്റിയിട്ടുള്ള കേസാണ്. കൊളംബിയ വേഴ്സസ് പെറു എന്നുള്ളൊരു കേസാണത്. Then it established rules on the qualification of asylum and practice of states, but focused more on asylum law and jurisdiction of fundamental importance. Then SS Lotus cases നോക്ക്. SS Lotus case നോക്കുകയാണെന്നുണ്ടെങ്കിൽ it is decided by the Permanent Court of International Justice, address the principles of jurisdiction, particularly whether Turkey could exercise jurisdiction over France. ടർക്കി വേഴ്സസ് ഫ്രാൻസ് എന്ന് പറയുന്ന കേസാണ് SS ലോട്ടസ് കേസ് എന്ന് പറയുന്നത്. ഒരു കൊളിഷനെ പറ്റിയിട്ടുള്ള കേസാണ്. കൊളിഷൻ ഓൺ ഹൈ സീസ്, രണ്ട് കപ്പൽ തമ്മിലുള്ള കൊളിഷൻ ഓൺ ഹൈ സീസിനെ പറ്റിയിട്ടുള്ള കേസാണ്. അപ്പോൾ ആർക്കാണ് ജൂറിസ്ഡിക്ഷൻ എന്നുള്ള കേസാണ്. സോ ഇതും നാഷണാലിറ്റിയെ പറ്റിയിട്ടുള്ളതല്ല. നാഷണാലിറ്റിയെ പറ്റിയിട്ടുള്ള കേസ് ഏതാണ്? നോട്ടബോം കേസാണ്. ലിൻചെസ്റ്റൈൻ ആൻഡ് ഗ്വാട്ടമാല എന്ന് പറയുന്ന രണ്ട് കൺട്രീസിൽ നാഷണാലിറ്റി ഉള്ള ഒരു നോട്ടബോം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ടുള്ള കേസാണ്. നോട്ടബോം, ഹി വാസ് ബോൺ ഇൻ ജർമ്മനി, ബിക്കം നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ഓഫ് ലിൻചെസ്റ്റൈൻ ബിഫോർ ഗ്വാട്ടമാല സീസ്ഡ് ഹിസ് അസറ്റ്സ് ഡ്യൂറിങ് വേൾഡ് വാർ 2. അപ്പം വേൾഡ് വാർ 2-ന്റെ സമയത്ത് ഗ്വാട്ടമാല പുള്ളിയുടെ അസറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയി. ലിൻചെസ്റ്റൈൻ സോട്ട് ടു എക്സസൈസ് ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ ഫോം. ലിൻചെസ്റ്റൈൻ അയാൾക്ക് ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ കൊടുത്തു. ICJ ruled that for the purpose of diplomatic protection, nationality requires a genuine connection or link between the individual and the state. It highlighted that nationality is not merely a legal formality but must reflect a real bond. So this ruling underscored the critical importance of nationality in establishing the basis for state protection for citizens abroad. ഇതാണ് നാച്ചുറലൈസേഷൻ്റെ കേസായിട്ട് ഇതിനെ പറയാറുണ്ട്. നാച്ചുറലൈസ്ഡ് സിറ്റിസൺ എന്നുള്ളതിൻ്റെ കേസായിട്ട് നോട്ടബോംസ് കേസ് പറയാറുണ്ട്. നാഷണാലിറ്റിയുടെ കേസായിട്ട് ഇതിനെ പറയാറുണ്ട്. ഓക്കെ, സോ ഇതാണ് നോട്ടബോംസ് കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 28. Who is a writer of the book titled Post-Modern Condition, a Report on Knowledge? Okay, so ആൻസർ നോക്കാം. ജീൻ ഫ്രാൻസിസ് ലോട്ടാർഡ് എന്ന് പറയുന്ന ജീൻ ഫ്രാൻസിസ് ലോട്ടാർഡ് എന്ന് പറയുന്ന ആളാണ് പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ ഓഥർ. അപ്പം ഈ പറഞ്ഞ എല്ലാ ഓഥേഴ്സിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ബുക്സിൻ്റെ ഇപ്പം
UGC പലതവണ ഈ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ബുക്കുകളുടെയൊക്കെ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തികച്ചും എന്താ പറയുക ഒട്ടും മനസ്സിലാവാത്ത ഒരു ഏരിയ ആയിരിക്കും. ദിസ് ക്വസ്റ്റ്യൻ ഇസ് സച്ച് എ കൈൻഡ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പരിചയമുള്ളതാണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ ഓർത്ത് വെക്കുക, കാരണം ചിലപ്പോൾ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ മൈക്കിൾ ഫോക്കോൾട്ട് എന്ന് പറയുന്ന ഓഥറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെൻറ്റ്, സോ ഇവർക്കൊന്നും ലോയിൽ ആസച്ച് ആയിട്ടുള്ള ബുക്കല്ല, ലോയെ പറ്റി പലതരത്തിലുള്ള ലീഗൽ ആസ്പെക്ട്സ് കവർ ചെയ്തിട്ടുള്ള ബുക്കുകളാണ് ഉള്ളത്. ഇപ്പോൾ മൈക്കിൾ ഫോക്കോൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ആൻഡ് പണിഷ് എന്നുള്ള ഒരു ബുക്ക്, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ, ഓർഡർ ഓഫ് തിങ്സ് എന്ന് പറയുന്ന ബുക്കൊക്കെ മൈക്കിൾ ഫോക്കോൾട്ടിൻ്റെ വരുന്നുണ്ട്. ജീൻ ഫ്രാങ്കസ് ലോട്ടാർഡിൻ്റെത് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ, ദി ഡിഫറെൻറ്റ് ഫ്രേസസ് ഇൻ ഡിസ്പ്യൂട്ട്, ലിബിഡിനൽ എക്കോണമി, ഡിസ്കോഴ്സ്, ഫിഗർ എന്നൊക്കെ പറഞ്ഞ ബുക്ക്. ജാക്കസ് ഡെറിഡ, ഫോഴ്സ് ഓഫ് ലോ, മിസ്റ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് അതോറിറ്റി, ബിഫോർ ദ ലോ, ഡെത്ത് പെനാൽറ്റി വോള്യൂം 2, പൊളിറ്റിക്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, റോക്സ് ടു എസേസ് ഓൺ റീസൺ, ഇതൊക്കെ ജാക്സ് ഡെറിഡയുടെയാണ്. ജീൻ ബോൾഡാർഡിൻ്റെത് സിംബലിക് എക്സ്ചേഞ്ച് ആൻഡ് ഡെത്ത്, പെർഫെക്റ്റ് ക്രൈം, ഇമ്പോസിബിൾ എക്സ്ചേഞ്ച്, സ്ക്രീൻഡ് ഔട്ട്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ബുക്ക്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് ആ ഒരു ബുക്സിൻ്റെ ഒരു കളക്ഷൻ കൊടുത്തേക്കാണ്. സോ ഇത് നിങ്ങളൊന്ന് നോക്കിക്കോളുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത question number 29. Which of the following is not a guardian under Hindu Minority and Guardianship Act 1956? ഇതും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഏതാണ് ഗാർഡിയൻ അല്ലാത്തതെന്ന് നമുക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോഴേ മനസ്സിലാവും. മെറ്റേണൽ ഗാർഡിയൻ, ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ, ഗാർഡിയൻ ബൈ അഫിനിറ്റി, ഗാർഡിയൻ ഫോർ മാരേജ്. ഇതിനകത്ത് ഏത് ഗാർഡിയനെയാണ് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിനുണ്ടല്ലോ റെക്കഗ്നൈസ് ചെയ്യാത്തത്? ആൻസർ നോക്കാം. എ ഓൺലി എന്ന് പറയുമ്പോൾ ഗാർഡിയൻ ഫോർ മാരേജ്. ഓക്കെ, ഇപ്പോൾ ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിനകത്ത് ഗാർഡിയൻ ഫോർ മാരേജ് എന്ന് പറയുന്ന ഒരു ആളെ പറ്റി ഡിഫൈൻ ചെയ്തിട്ടേ ഇല്ല. ഗാർഡിയൻഷിപ്പ് മസ്റ്റ് ബി റിലവൻറ്റ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് മൈനേഴ്സ് മാരേജ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഫോർമൽ ടൈപ്പ് ഓഫ് ഗാർഡിയൻ. ഇനി മെറ്റേണൽ ഗാർഡിയൻ എന്ന് പറയുമ്പോഴത്തേക്കും മദർ ഒരു നാച്ചുറൽ ഗാർഡിയൻ ആണ്. സെക്ഷൻ 6 ഓഫ് ആക്ടിനകത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 9 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഗാർഡിയൻ, അത് വില്ലിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബൈ ദ വിൽ ഓഫ് ഫാദർ ആൻഡ് മദർ അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഗാർഡിയനാണ് ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ. ഗാർഡിയൻ ബൈ അഫിനിറ്റി എക്സ്പ്ലിസിറ്റ്ലി അത് ഡിഫൈൻ ചെയ്തിട്ടില്ല, നാച്ചുറൽ ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ. പക്ഷേ ഗാർഡിയൻഷിപ്പ് ബൈ അഫിനിറ്റി ക്യാൻ സംടൈംസ് ബി റെഫർ ടു റിലേഷൻഷിപ്പ് ഫോംഡ് ത്രൂ മാരേജ്. So, however, Act's focus is primarily on the natural, testamentary and court-appointed guardians compared to guardian for marriage, which has no basis in the Act's defined categories. This option is less definitively not a guardian in all the interpretation, although not a primary recognized type. So, ഇവിടെ നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. Which of the following is not a guardian under the Hindu Minority Act Minority and Guardianship Act എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗാർഡിയൻഷിപ്പ് അഫിനിറ്റിയും ഗാർഡിയൻ ഫോർ മാരേജും ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956 ഡിഫൈൻ ചെയ്തിട്ടില്ല. എയും ഡിയും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷേ എയും ഡിയും ഉള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ടോ? ഇല്ല. സിയും ഡിയും ഉള്ള ഓപ്ഷൻ ഉണ്ട്, ഡി മാത്രമുള്ള ഓപ്ഷൻ നമുക്കില്ല. സി എന്തായാലും ഗാർഡിയൻ ആണെന്ന് നമുക്കറിയാം, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡി ഗാർഡിയൻ ബൈ അഫിനിറ്റി എന്ന് പറയുമ്പോൾ ഗാർഡിയൻ ബൈ അഫിനിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ എക്സ്പ്ലനേഷൻ വായിച്ചതുപോലെ രണ്ട് സ്പൗസസിൻ്റെ ഇടയ്ക്കും ഈ ഗാർഡിയൻ ബൈ അഫിനിറ്റി വരാറുണ്ട്. അപ്പോൾ ഡിയെ ഓപ്ഷനിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ഗാർഡിയൻ. ഓക്കെ, ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ഗാർഡിയൻ. പക്ഷേ ഗാർഡിയൻ ഫോർ മാരേജിനെ എങ്ങും റെക്കഗ്നൈസ് ചെയ്യുന്നിട്ടുള്ള ആക്ടിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുമില്ല, ഓപ്ഷനകത്ത് അതുണ്ട് താനും അല്ലേ. അപ്പോൾ നമ്മൾ വി ആർ ചൂസിങ് ദ ബെസ്റ്റ് എമംഗ് ദ ഓപ്ഷൻ. ബെസ്റ്റ് എമംഗ് ദ ഓപ്ഷൻ ഏതാണ്? എ ഓൺലി. അതുകൊണ്ടാണ് ഇവിടെ എ ഓൺലി ആൻസർ ആയത്. ഓക്കെ,
അടുത്ത question. Which of the following case does not relate to the concept of absolute liability under law of India? ഏതാണ്? Absolute liability ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് Madras Railway Company versus Zamindar of Karvatanagram. Okay. ആദ്യത്തെ MG Mehta versus Union of India 1987 കേസ് അല്ലെന്നുണ്ടെങ്കിൽ ഒലിയം ഗ്യാസ് ലീക്ക് കേസ്. അബ്സല്യൂട്ട് ലയബിലിറ്റിയുടെ ഫൗണ്ടേഷണൽ കേസാണ്. അതുപോലെ തന്നെ എന്താണ് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്നുള്ളതിനെ പറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹെൽഡ് ദാറ്റ് എന്റർപ്രൈസസ് എൻഗേജ് ഇൻ ഹസാർഡസ് ഓർ ഇൻഹെറന്റ്ലി ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് owe an absolute and non-deligible duty to the community to ensure that no harm results from such activities. Even if the enterprise takes all reasonable precautions, it would still be liable for any accident that occurs. So this case firmly establishes the rule of absolute liability. Second, Indian Council for Enviro Legal Action versus Union of India. പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കേസാണ് അല്ലേ. അബ്സല്യൂട്ട് ലയബിലിറ്റി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കേസാണ്. എൻവറോൺമെൻറ്റൽ ലോയുടെ ഒരു കോൺസെപ്റ്റിൻ്റെ അണ്ടറിൽ പ്രൊട്ടക്ഷൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള കേസാണ്. സുപ്രീം കോർട്ട് അപ്ലൈഡ് ദ റൂൾ ഓഫ് അബ്സല്യൂട്ട് ലയബിലിറ്റി ടു ഇൻഡസ്ട്രീസ് ഇൻവോൾവ്ഡ് ഇൻ ഹസാർഡസ് പ്രോസസ്സസ്. ഓക്കെ. ക്ലോസ് മിറ്റൽബർഗ് വേഴ്സസ് ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് ഓഫ് ഇന്ത്യ. ഇവിടെയും ഡെത്ത് ഓഫ് ഗസ്റ്റ് ഇൻ എ ഹോട്ടൽ ഡ്യൂ ടു ആൻ ആക്സിഡൻ്റ് ആയിരുന്നു കേസ്. സോ സ്പെസിഫിക് റൂളിംഗ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് നെഗ്ലിജൻസിനെ അല്ലെങ്കിൽ സ്ട്രിക്ട് ലയബിലിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഓഫൺ ഡിസ്കസ്ഡ് ഇൻ ദ ബ്രോഡർ കോണ്ടെക്സ്റ്റ് ഓഫ് ലയബിലിറ്റി for dangerous situations or activities that may fall under the ambit of strict or absolute liability. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്കഷൻസ് റിവോൾവ്സ് അറൗണ്ട് ദിസ് ആബ്സല്യൂട്ട് ലയബിലിറ്റി കോൺസെപ്റ്റ്. അതുകൊണ്ട് ഇതിനും ആ ഒരു ആബ്സല്യൂട്ട് ലയബിലിറ്റി ആയിട്ട് ബന്ധമുണ്ട്. ഇനി മദ്രാസ് റെയിൽവേ കമ്പനിയുടെ പ്രശ്നം എന്താണ്? ഈ ഒരു കേസ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റീവ്ലി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് concerning absolute liability. In this case, the Privy Council dealt with the damage caused by fire emanating from a railway engine. The ruling indicated that the liability of railway company was not absolute. Absolute alla ividate liability ennaanu കോടതി Privy Council പറഞ്ഞത്. The plaintiff had to prove negligence on the part of company. The liability here was based on fault. അതായത് ഫോൾട്ട് ലയബിലിറ്റി അല്ലെങ്കിൽ നെഗ്ലിജൻസ് ലയബിലിറ്റി ആയിരുന്നു ഇവിടെ. നോട്ട് ഓൺ ദ നേച്ചർ ഓഫ് ആക്ടിവിറ്റി ഇറ്റ്സെൽഫ് വിച്ച് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അബ്സല്യൂട്ട് ലയബിലിറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 31 നോക്കൂ. അറേഞ്ച് ദ ഫോളോയിങ് കേസസ് റിലേറ്റഡ് ടു ഇന്ത്യൻ കോൺട്രാക്ടേഴ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ആൻസർ നോക്കാം. ആൻസർ ഇസ് ABCD. ഇയേഴ്സ് നോക്കാം. സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വേഴ്സസ് ഗോബർദ്ധൻ ദാസ് വരുന്ന 1970. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി വേഴ്സസ് ഹരിയാന റോഡ്വേസ് സോനിപത്ത് വരുന്ന 1991. ചെയർമാൻ കം MD TN പ്ലാന്റേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് വേഴ്സസ് MS ശ്രീനിവാസ ടിമ്പേഴ്സ് വരുന്ന 1998. GSRTC വേഴ്സസ് B അരുണചന്ദ്ര ആൻഡ് കമ്പനി വരുന്നത് 2001. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാനായിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു.